സുബ്രഹ്മണ്യമ്മയുടെ കരച്ചിലല്ലേ കേക്കണേ? അതെ. എടാ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചത്. വാ എന്റെ മോനെ പാമ്പ് കൊത്തിക്കൊണ്ട് പോയില്ല. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞു അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലിലെന്തോ കടിച്ചു അമ്മയെന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ടാ വെട്ടിയിട്ട വാഴ പോലെ. അയ്യോ എനിക്ക് ജീവിക്കണ്ടായേ. ഇങ്ങനെ കിടന്ന് കരയാതെ. നീ വണ്ടി എടുക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടോ. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രഭാകരനെ വിളിക്കുക. ഏത് പൊടി വർഷം പ്രഭാകരനെ ഇറക്കും? ശരിയാ, നമുക്ക് പ്രഭാകരനെ വിളിക്കാം. നീ ഓട്ടോ എടുക്കും. കാര്യം ചെയ്ത് സൈക്കിൾ എടുത്തോണ്ട് പോയി, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓ ഓശാരം നിനക്ക് അറിഞ്ഞിട്ട പേരാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി തള്ളേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ. ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവയുള്ളൂ. ദേവിയല്ല, ഞാൻ രഘു. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടത്ത് നടന്നു. അവിടെ മോൻ സുബ്രനെ പാമ്പ് കടിച്ച് കിടക്കുക. നമ്മുടെ മോൻ കിടക്കണ കിടപ്പ് കണ്ടാ ഇത്തവണത്തെ ശമ്പളം വാങ്ങുമ്പോ അച്ഛനൊരു പട്ടി വാങ്ങി തരാന്ന് പറഞ്ഞു പോയതല്ലേ. കുളിക്കാൻ പോയി എന്റെ കുട്ടിക്ക് പറ്റിയ ഭഗവതി വിളിച്ചപ്പെട്ട് നിൽക്കുകയാണ്. ശുദ്ധമാക്കരുത്. ഇങ്ങനെ ഒരു കോത്ത കോപർത്തിയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത് ഭഗവതി. വെളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളണേ, ഇല്ലെങ്കിൽ അണ്ടർവെയർ ഊരിപ്പോകും. ഞാനത് ഇട്ടിട്ടില്ല. ഈ ലാടവ ഇതിന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. പാമ്പിന് 7 പല്ലോ. എന്താ പ്രഭാകര, സുബ്രൻ എവിടെ പോയിന്നാ പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലുമ്മ എന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ ഒന്ന് നിർത്തുതള്ളേ, അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല, കൈതമുള്ളു കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ? പരീക്ഷിക്കുകയാണോ? ഈ നാട്ടില് കൈതയുള്ളത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ മാത്രമാ. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം ഇവരെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണു നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി. മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി, അതെ